ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ 2020 ജൂലൈ മാസത്തെ റേഷൻ വിതരണം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. 7-ാം തീയതി തിങ്കളാഴ്ച മുതലാണ് വിതരണം തുടങ്ങിയത്. അപ്പം അതിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ കാർഡുകാർക്ക് എന്തൊക്കെ ലഭിക്കും എന്നാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും ഓണാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ ലഭിക്കുമെന്ന് ഇപ്പോൾ നോക്കാം. നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ജൂലൈ മാസത്തെ റേഷൻ വിഹിതം എന്തൊക്കെയാണെന്ന്, ഓരോ കാർഡുകാർക്കും ഈ മാസം എന്തെല്ലാം കിട്ടുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് AAY എന്ന് പറയുന്ന മഞ്ഞ കാർഡുകാർക്കാണ് നമ്മൾ നോക്കുന്നത്. AAY കാർഡുകാർക്ക് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. 1 കിലോ പഞ്ചസാര 21 രൂപ നിരക്കിന് ലഭിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പദ്ധതി പ്രകാരമുള്ള അരി കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് ഇപ്പോൾ നവംബർ വരെ നീട്ടിയതുകൊണ്ട് അത് കിട്ടുമായിരിക്കും. അതിൻ്റെ ഒരു ഉത്തരവ് വരാനുണ്ട്. അത് 20-ാം തീയതിക്ക് ശേഷം ലഭിക്കാനാണ് സാധ്യത. അപ്പം ഇത്രയാണ് കിട്ടുന്നത്. പിന്നെ മണ്ണെണ്ണയും കിട്ടും. 1/2 ലിറ്റർ മണ്ണെണ്ണ വൈദ്യുതീകരിച്ച വീടാണെങ്കിൽ കിട്ടും. വൈദ്യുതീകരിക്കാത്ത വീടാണെങ്കിൽ 4 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. പിന്നെയുള്ളത് PHH എന്ന് പറയുന്ന പിങ്ക് നിറത്തിലുള്ള കാർഡുകാർക്കാണ്. അവർക്ക് ലഭിക്കുന്നത് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും 2 രൂപ നിരക്കിൽ ലഭിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ഗരീബ് കല്യാൺ യോജനൻ്റെ അരിയും ഇവർക്കും ലഭിക്കും. അതിനും ഇതേപോലെ തന്നെ ഉത്തരവ് വരാത്തത് കൊണ്ട് 20-ാം തീയതിക്ക് ശേഷമാണ് അത് വിതരണം ഉണ്ടാവാൻ സാധ്യത. അത് ഇതിന് മുമ്പ് 3 മാസവും 20-ാം തീയതിക്ക് ശേഷമായിരുന്നു വിതരണം. അപ്പം അതിൻ്റെ ഒരു ഉത്തരവ് വരാനുണ്ട്. പിന്നെയുള്ളത് നീല കാർഡുകാർക്കാണ്. സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല കാർഡുകാർക്ക് 2 കിലോ അരി വീതം കിലോക്ക് 4 രൂപ നിരക്കിൽ ഓരോ വ്യക്തിക്കും ലഭിക്കും. കാർഡുമുള്ള ഓരോ വ്യക്തിക്കും ലഭിക്കും. പിന്നെ ലഭ്യതയ്ക്കനുസരിച്ച് 3 കിലോ വരെ ആട്ട ലഭിക്കും 17 രൂപ നിരക്കിൽ. പിന്നെ മണ്ണെണ്ണ ലഭിക്കും. അത് എല്ലാവർക്കും ലഭിക്കുന്നത് പോലെ തന്നെയാണ്. 1/2 ലിറ്റർ മണ്ണെണ്ണയാണ് വൈദ്യുതീകരിച്ച വീടിന് ലഭിക്കും. കൂടാതെ സംസ്ഥാന അധിക വിഹിതമായി ലഭിച്ചിരുന്ന 10 കിലോ അരി ഈ പ്രാവശ്യം ഇല്ല. ഇതുവരെ ഒരു ഉത്തരവുകളും വന്നിട്ടില്ല എന്നുള്ളത് സങ്കടകരമാണ്. നീല കാർഡുകാർക്കും വെള്ള കാർഡുകാർക്കും ആ അരി ഇല്ല എന്നുള്ളത് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി നോൺ പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട വെള്ള നിറത്തിലുള്ള കാർഡുകാർക്ക് ലഭിക്കുന്ന അരിയാണ്. അവർക്ക് തുച്ഛമായ 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ മാത്രമാണ് ലഭിക്കുന്നത്. പിന്നെ ലഭ്യതയ്ക്കനുസരിച്ച് 1 കിലോ മുതൽ 3 കിലോ വരെ ആട്ടയും ലഭിക്കും. അധിക വിഹിതമായി കിട്ടിയിരുന്ന 15 കിലോ അരി അവർക്കില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണെണ്ണൻ്റെ കാര്യമാണ് ഇത്. മണ്ണെണ്ണ 30 രൂപ ലിറ്ററിന് എന്ന നിരക്കിലാണ് 4 ലിറ്റർ മണ്ണെണ്ണ വൈദ്യുതീകരിക്കാത്ത വീടിന് ലഭിക്കുക. 30 രൂപ നിരക്കിൽ തന്നെയാണ് വൈദ്യുതീകരിച്ച വീടിന് 1/2 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും.